அம்மு, அத்தை சமையல் ட்ரை பண்ணிருக்கியா? ட்ரை பண்ணி பாரு, செம்மையா இருக்கும். ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് അത്തയുടെ സമയമായാലോ? കാണാവോ? വാ വാ വാ. അങ്ങ് കന്യാകുമാരിയിൽ നിന്ന് തഞ്ചാവൂരിലോട്ട് വന്ന എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒത്തിരി ഡിഫറൻസ് കണ്ടിട്ടുണ്ട് ഞാൻ. കന്യാകുമാരി എന്ന് കേട്ടാൽ മീനിന് സ്പെഷ്യലായിരിക്കും, ഡെയിലി മീനായിരിക്കും. ആൻഡ് ഞായറാഴ്ച കരുവാടായിരിക്കും, കാരണം ഞായറാഴ്ച പച്ചമീൻ കിട്ടില്ലല്ലോ. അങ്ങനെ ഞായറാഴ്ച കരുവാട്, വിച്ച് മീൻസ് 7 ഡേയ്സും മീനായിരിക്കും. പക്ഷേ ഇങ്ങനെ തഞ്ചാവൂരിലോട്ട് വന്നതിന് ശേഷം അതൊക്കെ അങ്ങനെ മാറി. ബാക്കി 6 ഡേയ്സ് ഫുള്ളായിട്ട് വെജും സൺഡേ മാത്രമായിരിക്കും നോൺ വെജ്, വിച്ച് മീൻസ് സൺഡേ മാത്രമായിരിക്കും മീൻ കിട്ടുന്നത്. ബാക്കി ദിവസങ്ങളിൽ ഓരോ വ്രതവും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പോവും. അങ്ങനെ ലാസ്റ്റ് ആ ഒരു സൺഡേ മാത്രമായിരിക്കും മീൻ വാങ്ങുന്നത്. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ വയ്ക്കുന്ന, വിച്ച് മീൻസ് തഞ്ചാവൂരിൽ വയ്ക്കുന്ന മീൻ കറി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതും അത്തയുടെ സ്പെഷ്യൽ മീൻ കറി ആണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. കല്യാണം കഴിഞ്ഞ് വിരുന്നിന് പോകത്തില്ലേ, ആ സമയം ഞാൻ കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് 2 വർഷം ആകാറായി. അപ്പോൾ ഞാൻ ചോദിച്ച് റെസിപ്പി വാങ്ങിയതാണ് അത്തയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇത് അത്ത വച്ചത് മീൻ കറിയാണ്, അത്തയുടെ സ്പെഷ്യൽ റെസിപ്പി മീൻ കറി. പിന്നെ കന്യാകുമാരി എന്ന് വെച്ചാൽ മീൻ സ്പെഷ്യൽ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ മീൻ കറി സിമ്പിളായിട്ട് വയ്ക്കും. എല്ലാം അരച്ച് ഒരുമിച്ച് മീനും കൂടെ ചേർത്ത് ഇട്ടിട്ട് അടുപ്പിൽ വയ്ക്കുക. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും റെഡിയായി സെറ്റ്. പക്ഷേ ഇവിടെ ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു. എങ്കിൽ പിന്നെ എന്തൊക്കെയാണ് ഇടേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ്. വലിയ ഉള്ളി ഇച്ചിരി ചെറുതായിട്ട് കട്ട് ചെയ്ത്, ഇത്തിരി തേങ്ങയും പിന്നെ വലിയ ജീരകവും ഇത്രയും മിക്സിയിൽ നന്നായിട്ട് അടിച്ചു വയ്ക്കുക. ഒരുപാട് മഷിയാവണ്ട, എന്നാലും ആ ഒത്തിരി മഷിയാവത്തില്ല. അതിന് മുമ്പത്തെ സ്റ്റേജിൽ നന്നായിട്ട് അടിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ ഒരു പാത്രത്തിൽ പുളിവെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പുളി എടുത്ത് കളയണം കേട്ടല്ലോ. പുളി വെള്ളത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 സംഭവവും നമ്മൾ റെഡിയാക്കിയല്ലോ. പിന്നെ അടുപ്പത്ത് വയ്ക്കേണ്ട പാത്രം, അത് മീൻ ചട്ടിയാണെങ്കിലും ശരി, ചീനച്ചട്ടിയാണെങ്കിലും ശരി, അതിൽ വയ്ക്കുക. ഇച്ചിരി എണ്ണ ഒഴിക്കുക. എണ്ണയിൽ ഉലുവയിടണം. ഉലുവയിട്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇട്ട് നന്നായിട്ട് വശക്കണം. ഇച്ചിരി കറിവേപ്പിലയും കൂടി നന്നായി വശക്കിയതിന് ശേഷം തക്കാളിയും ഇടണം. അപ്പോൾ ഉള്ളിയും തക്കാളിയും നന്നായി വശങ്ങിയെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല, ആ വെള്ളം ഉണ്ടല്ലോ, അത് നമ്മളിൽ ഒഴിക്കണം. അപ്പോൾ ആ പുളിവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അരച്ച് വെച്ചില്ലേ തേങ്ങ, ആ തേങ്ങയിൽ നിന്ന് ഇച്ചിരി എടുത്തിട്ട് ഇതിലിടണം കേട്ടോ. ഇതിലിട്ടിട്ട് ഇച്ചിരി എടുക്കുള്ളൂ, ബാക്കി അവിടെ വെച്ചേക്കണേ. ഇച്ചിരി എടുത്തിട്ട് ഇതിലിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടാം. അപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മീനെടുത്ത് അതിൻ്റെ തൊടണം. ഓക്കെ, അപ്പോൾ മീൻ കറി ആയല്ലോ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് മീൻ ഫ്രൈ ആണ്. ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിട്ടില്ലേ തേങ്ങ, ആ തേങ്ങ ഇടുക, പിന്നെ പെപ്പർ ഇടുക, മുളക് പൊടി ഇടുക, ഉപ്പിടുക. അപ്പം ഇത്രയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മീനിൽ പിടിപ്പിക്കുകയാണെങ്കിൽ ഫിഷ് ഫ്രൈക്കുള്ള മസാല റെഡി. അപ്പോൾ ഞാൻ ഇതിൽ പറയാൻ വന്നത്, ഈ മീൻ ഫിഷ് ഫ്രൈക്ക് ഞാൻ റെസിപ്പി പറഞ്ഞല്ലേ, ഈ ഫിഷ് ഫ്രൈ റെസിപ്പി ഞങ്ങളുടെ നാട്ടിൽ ടോട്ടലി ഡിഫറെൻറ്റാണ്. ഞങ്ങളെന്ത് ചെയ്യും, ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്തൊക്കെ ഇടും, ഇഞ്ചി വെളുത്തുള്ളി മെയിനായിട്ടിടും. പിന്നെ ചിലർ മുട്ടയിടും, കോൺഫ്ലവർ ഇടും. ഇതൊന്നും ഞങ്ങൾ നാട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി ഇടും, മുളക് പൊടി ഇടും, പെപ്പർ ഇടും, ഉപ്പിടും. ഓക്കെ, പക്ഷേ ഇവിടെ ഈ ഒരു സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞത് അവിടുത്തെ ഫുഡിനും ഇവിടുത്തെ ഫുഡിനും ഒത്തിരി ഡിഫറൻസ് ഉണ്ടെന്ന്. അവിടെ ആണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്, വിച്ച് മീൻസ് എൻ്റെ നാട്ടിലെ കന്യാകുമാരിയിൽ ഞങ്ങൾ പച്ച വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ എല്ലാത്തിനും എന്തെടുത്താലും നല്ലെണ്ണ. ഫിഷ് ഫ്രൈക്ക് നല്ലെണ്ണ, മീൻ കറിക്ക് കടുക് വറുക്കാൻ, മീൻസ് ആദ്യം നമ്മൾ വശക്കിയില്ലേ അതിനും നല്ലെണ്ണ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കുവാണെങ്കിൽ അതിന് കടുക് വറുക്കാനായിട്ട് നല്ലെണ്ണ. എല്ലാത്തിനും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ നല്ലെണ്ണൻ്റെ സ്മെല്ല് സെറ്റ് ആവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം സെറ്റ് ആവുമെന്നൊന്നും പറയുന്നില്ല. കഷ്ടമാണ്. ശരി, ഓക്കെ. അപ്പം നല്ലെണ്ണ എന്നോട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഫിഷ് ഫ്രൈ കാണിച്ചു, ഫിഷ് കറി കാണിച്ചതല്ലേ. ഇനി രസം എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. രസവും ഡിഫറെൻ്റാണ്. സിമ്പിൾ. പുളിവെള്ളം എടുക്കുക. പുളിവെള്ളത്തിൽ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി പെപ്പർ ഇടില്ല കേട്ടോ, എങ്കിൽ ഞാനാണ് ഇട്ടത് പെപ്പർ. മുളക് പൊടി, പെപ്പർ, മഞ്ഞൾപ്പൊടി ഇത്ര ഇടുക. ഇട്ട് മാറ്റി വെച്ചിട്ട് ഒരു ചട്ടിയിൽ കടുക് വറുക്കും കേട്ടോ. കടുക് വറുത്തിട്ട്, കടുക് വറുക്കുകയെന്ന് വെച്ചാൽ കടുക് മാത്രമേ ഇടുകയുള്ളൂ. കറിവേപ്പില ഓപ്ഷണലാണ്. പിന്നെ മല്ലിയില. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ടിട്ട്
എന്ത് ചെയ്യാന്ന് വെച്ചാൽ കടു വറുത്തിട്ട് ഭയങ്കരമായിട്ട് തിളക്കില്ലേന്ന് ചെറുതായിട്ട് ബബിൾ പോലെ വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ തേങ്ങാപ്പാലുണ്ടല്ലോ, ഫസ്റ്റ് തേങ്ങാപ്പാൽ ഇച്ചിരി കാണുമേ, ആ തേങ്ങാപ്പാലും അതിൻ്റെ അകത്ത് തക്കാളി, ഇത് 2 തക്കാളി നന്നായിട്ട് കൈ കൊണ്ട് നല്ല ഉടച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കണം. അപ്പോൾ ഈ തക്കാളിയും കൂടെ അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇവിടെ ബബിൾ വന്നിട്ടിരിക്കുകയല്ലേ, ഈ സാധനത്തിനെ എടുത്ത് അതിലോട്ട് ഒരൊറ്റ ഒഴി, തീർന്നു, രസം റെഡി. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ തേങ്ങാപ്പാൽ കൊണ്ട് രസം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാനിവിടെ ഫസ്റ്റ് ടൈം കാണാനാണ് തേങ്ങാപ്പാൽ രസം ഉണ്ടാക്കുന്നത്. സോ ഇത് എനിക്ക് പുതിയൊരു അനുഭവമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു സംഭവം എന്ന് വെച്ചാൽ മീനിൻ്റെ മുട്ടയുണ്ടല്ലോ, പരിഞ്ഞില്ലെന്നല്ലേ പറയൂ, ആ സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ അത് ആരും കഴിക്കില്ല, ഞാനിതുവരെ കഴിച്ചിട്ടുമില്ല. പക്ഷേ എനിക്ക് പുതിയ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിൽ പിന്നെ അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പരിഞ്ഞിലൂടെ ഉണ്ടായിരുന്നു. ഒരു ചീനിച്ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച്, കാരണം കുക്കിങ്ങാര ഞാനല്ലേ, ഇച്ചിരി വെളിച്ചെണ്ണ, പിന്നെ ഉള്ളി, കറിവേപ്പില ഓപ്ഷനാണ്, വെറും ഓപ്ഷനാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം എന്തൊക്കെ ഇടണം, മസാല ഇടണം. എന്തൊക്കെ ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, പെപ്പർ ഇട്ടു, പിന്നെ ഇച്ചിരി ഗരം മസാല ഇട്ടു. ഇത്രയും ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ ആ പരിഞ്ഞലിനെല്ലാം പവളന്ന് പറക്കിയിട്ടു. സെറ്റ് റെഡി. ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ എടുത്തെടുത്ത് അതിൻ്റെ തട്ടിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ ഇതാ ഈ പരിഞ്ഞൽ നല്ല ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മീൻ കറി റെഡി. മാങ്ങ ഇടുന്ന കാര്യം ഞങ്ങൾ മറന്നുപോയി. മാങ്ങ ഇടുന്നതായിട്ടാണ് മീൻ കറിയില്ല. അപ്പോൾ മീൻ കറി റെഡി, മീൻ ഫ്രൈ റെഡി, പിന്നെ രസം, നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച രസം, പിന്നെ ചോറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സമൃദ്ധമായ ആഹാരം റെഡിയായി. ഇത് അടിപൊളി സൂപ്പറായിരുന്നു. ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് ഫുൾ അത്തയുടെ ആയിരുന്നു.